യോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സെനറ്റ് അംഗങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായ ആളുകളുണ്ട്, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അനുകൂലികളെന്ന് SFI പറഞ്ഞ ആളുകൾക്ക്, അത്തരത്തിൽ മാറ്റി നിർത്തിയ ആളുകൾക്ക് ഇന്നത്തെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 40 മിനിറ്റ് നേരമാണ് ഇന്നത്തെ സെനറ്റ് യോഗം നടന്നതെന്നാണ് കരുതുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ സെനറ്റ് യോഗം ആരംഭിച്ചിരുന്നു. അതിനു മുമ്പായി ഈ ഓരോ സെനറ്റ് അംഗങ്ങളും ഈ സെനറ്റ് ഹാളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നും പ്രതിഷേധം മറികടന്ന് അകത്തേക്ക് പോയാലും അകത്ത് തടയുമെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞു. അതെ, പിന്നെ മുസ്ലിം ലീഗിന്റെ ആളുകൾ VC-യെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് സെനറ്റ് പിരിച്ചുകൊണ്ട് വന്നു. അപ്പൊ നിർത്തിവെച്ചതാണ്. നിർത്തിവെച്ചു, പിരിച്ചുവിട്ടു. സെഷൻ കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത് അവിടെ? പിന്നെ ഈ അജണ്ടയിൽ ഇല്ലാത്ത, സ്പെഷ്യൽ സെനറ്റിന് സാധാരണ രീതിയിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാനും യോഗം അലങ്കോലപ്പെടുത്താനും ആദ്യം മുതലേ ശ്രമിക്കരുത്. ഈ യോഗം നടക്കരുത് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ഗവർണർ നോമിനേറ്റ് ചെയ്ത ചില ആളുകളും കൂടി ചേർന്നിട്ടാണ് അത് ചെയ്തിരുന്നത്. അങ്ങനെ സെനറ്റ് യോഗത്തെ അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. പ്രത്യേകിച്ച് ഡിഗ്രി വരെ അവാർഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സെനറ്റാണിത്. അത് പിന്നെ തടയുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ അവകാശമാണ് സത്യത്തിൽ ഇല്ലാതെ. യോഗത്തിൽ അജണ്ടകൾ പാസ്സാക്കി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. VC-ക്കെതിരെ VC-യുടെ ഡയസിലേക്ക് കടന്നു കയറാനാണ് ശ്രമിച്ചത്. സമാധാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കാതെ മറിച്ച് അക്രമത്തിലേക്ക് നീങ്ങാനാണ് അവർ ശ്രമിച്ചത്. ഇതാണ് രഞ്ജിത്ത്, സെനറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നേരത്തെ അല്ലെങ്കിൽ അജണ്ട പെട്ടെന്ന് പാസാക്കി പിരിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ പറയുന്നത്. കാരണം അകത്തും ഒരു സമാനമായ സാഹചര്യമായിരുന്നു. ലീഗ് അംഗങ്ങൾ VC-ക്ക് നേരെ പ്രശ്നമുണ്ടാക്കി, VC-യുടെ ഡയസിൽ കയറി അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ ഇടത് അനുകൂലികളായ സെനറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 40 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ യോഗം പൂർത്തിയായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. പുറത്ത് സംഘർഷം നടക്കുമ്പോൾ അകത്തും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. നേരത്തെ സെനറ്റിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത ലീഗ് അംഗങ്ങൾ മറ്റ് പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. നിയമാനുസൃതം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സെനറ്റ് അംഗങ്ങളാണ്. അവരെ തടയുന്നത് ശരിയല്ല, പോലീസ് കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. ലീഗ്